പേര് സുരാജ് എന്നാണ്. പുന്നശ്ശേരി കുട്ടമ്പൂർ സ്വദേശിയാണ്. ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോ ടീച്ചർ പ്രൊഫഷൻ ഉണ്ടായിരുന്നു. ടീച്ചിങ് മേഖലയിലായിരുന്നു. ഗവൺമെന്റ് സർവീസ് തന്നെ. ഒരു അഡീഷണൽ ഇൻകം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് വന്നത്. എന്നാൽ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പാസീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ബിസിനസ് ചെയ്തത്. ഈ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ എല്ലാ പ്രതിസന്ധികളിലും സമയങ്ങളിലും പിടിച്ചു നിന്നാൽ രക്ഷപ്പെടുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് പിടിച്ചു നിന്ന് ബിസിനസ് ചെയ്തു. RTC കഴിയാൻ പോവാണ്. അടുത്ത NTC റാങ്കിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോ ഇന്നിപ്പോ ഏകദേശം ഒരു 100 ആള് തന്നെ ഉള്ള ഒരു മോർണിംഗ് മീറ്റ് ആണ്. നല്ല മഴയും ഉറങ്ങാനൊക്കെ ഏറ്റവും നല്ല സുഖമുള്ളൊരു സമയമാണ്. എന്നെ വിളിച്ച് ഉണർത്തിയത് നിങ്ങളുടെ റുഖ്യമേടാണ് വിളിച്ച് ഉണർത്തിയത്. അപ്പൊ ഞാൻ കറക്റ്റ് ഏകദേശം 55 ആകുമ്പോൾ എഴുന്നേക്കാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ 5:45 തന്നെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പോ അതായത് ഈ ബിസിനസ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിയ ആളുകളാണ് തീർച്ചയായും ഇപ്പോ എന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളതെന്ന് ഉറപ്പാണ്. അപ്പൊ ഇതിൽ രക്ഷപ്പെടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് എന്താണത്? കമ്മിറ്റ്മെന്റ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അത് ഞാൻ പറഞ്ഞപ്പോ കമ്മിറ്റ്മെന്റ് ഉള്ള 100 ആളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഈ കമ്മിറ്റ്മെന്റ് ഒന്നും കൂടി വ്യക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ മതി. എന്നാ പിന്നെ അത് ഉറച്ച കമ്മിറ്റ്മെന്റ് ആയി. വീഡിയോ ഓൺ ചെയ്തും കൂടി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഏത് പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു തെളിച്ചുണ്ടാവും. അത് എന്താ നിങ്ങളോട് സംസാരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ഒരു ആവേശം കിട്ടും. അതേപോലെ തന്നെ നമ്മളുടെ ശ്രദ്ധ കുറച്ചും കൂടി ഷാർപ്പായിട്ട് വരികയും ചെയ്യും. നമ്മൾ കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ സക്സസ് ആവാൻ വേണ്ട കാര്യങ്ങൾ എന്റെ അനുഭവം വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഒരു ജോലി ഉള്ള ആളായിട്ടാണ്, നല്ല വരുമാനമുള്ള ആളായിട്ടാണ്, അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ പണത്തെക്കാൾ ഉപരി മറ്റു ഒരുപാട് കാര്യങ്ങൾ കൂടി നേടുന്നുണ്ട്. മറ്റൊരു മേഖലയും കിട്ടാത്ത മറ്റൊരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ വേറൊരു ഗ്രൂപ്പ്, അപ്പൊ എന്റെ ഒരു ട്രീയിലോ അല്ലാത്ത വേറൊരു ഗ്രൂപ്പിലുള്ള ആളുകളായിട്ടാണ് ഞാൻ ഇപ്പൊ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകളെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും. പുതിയ ബന്ധങ്ങള്, ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത് ഡയമണ്ട് അല്ല, നമ്മുടെ ബന്ധങ്ങളാണ്, റിലേഷൻസ് ആണ്. പണം കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളും ബന്ധങ്ങൾ കൊണ്ട് നടത്താൻ നമുക്ക് സാധിക്കും. നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിലും പണമല്ല അവിടെ വിഷയം. എന്ത് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ആ നല്ല റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിലുള്ള നന്മകളെ, നമ്മളിലുള്ള നല്ല സ്വഭാവങ്ങളെ. എല്ലാവരിലും നല്ല സ്വഭാവങ്ങളുണ്ട്, പക്ഷെ അത് അവരുടെ സാഹചര്യത്തിനും അല്ലെങ്കിൽ അവരുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അത് ശരിക്കും തെളിഞ്ഞു വരുന്നില്ല എന്നാണ്. പക്ഷെ ഇവിടെ നമ്മളിലുള്ള നന്മകൾ തെളിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ നന്മകൾ കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല വ്യക്തികളായി ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ മാറും. ഈ ഇൻഡസ്ട്രിയിൽ ഓരോ വ്യക്തി ഒരു ലീഡർഷിപ്പിലേക്ക് പൊസിഷനിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അയാളിലുള്ള ചീത്ത സ്വഭാവങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ മാറുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ആ രീതിയിൽ, കാരണം വെച്ചാൽ ഇവിടെ നന്മകളുള്ള ആളുകൾക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. കാരണം വെച്ചാൽ മറ്റുള്ള ആളുകളും കൂടി രക്ഷപ്പെടട്ടെ, മറ്റുള്ള ആളുകളും കൂടി നന്നാവട്ടെ, അവർക്കും കൂടി സാമ്പത്തിക ഉന്നതി ഉണ്ടാവട്ടെ എന്ന ചിന്ത ഇവിടെ മാത്രമേ ഉണ്ടാവൂ.
അതേ സമയത്ത് നമ്മളൊരു ബേക്കറിയോ അല്ലെങ്കിൽ വേറൊരു തട്ടുകടയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ ഹോട്ടലോ നടത്തുന്ന ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ളവന്റെ ഹോട്ടൽ നന്നാവട്ടെ എന്നോ തൊട്ടടുത്തുള്ളവന്റെ ബേക്കറിയിൽ നല്ല കച്ചവടം ഉണ്ടാവട്ടെ എന്നോ നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ നേട്ടങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവട്ടെ. ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളായി നമ്മൾ മാറും. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ മാറണമെങ്കിൽ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ, മീറ്റിങ്ങുകൾ, ഇതിപ്പോ സൂം മീറ്റിംഗ്, നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ, അതേപോലെ തന്നെ ലീഡേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന വലിയ പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകളിലും കൂടെയും മീറ്റിങ്ങുകളിലും കൂടെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 10,000 50,000 രൂപയുടെ ഉൽപ്പന്നം എടുത്തത് കൊണ്ട് ഇതിൽ സക്സസ് ആവണമെന്നില്ല. ഈ ഒരു സിസ്റ്റത്തിൽ വന്നു നിൽക്കുന്ന ആളുകളാണ് സക്സസ് ആവുക. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മളെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ആള്, അല്ലെങ്കിൽ നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ലീഡർ, അദ്ദേഹം പറയുന്ന കാര്യം അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസ്. നമുക്ക് നമ്മളേതായ പല കഴിവുകളുണ്ടാവും. ഞാൻ തന്നെ എന്റെ തുടക്കത്തില് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഒരു 2 മാസത്തോളം പോയി എന്നുള്ളതാണ്. കാരണം എന്നെ ഈ ഇൻഡസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ എന്റെ സ്പോൺസർ ആയിട്ടുള്ള ആൾക്കാർ ധനീഷ് മാധവൻ തന്നെ നമ്മുടെ ഇന്നത്തെ CTC ലീഡറാണ്. പക്ഷെ അദ്ദേഹത്തെ പറയാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു 1-2 മാസത്തോളം ഞാൻ പ്ലാൻ പറയാനും വർക്ക് ചെയ്യാനും പോയത്. പക്ഷെ ഒരു വ്യക്തിയെ പോലും എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്റെ കൂടെ നിർത്താൻ പറ്റിയില്ല. അതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ആദ്യത്തെ ഒരു പ്ലാൻ കൊടുക്കുന്നതും ഒരു 35,000 അവിടെ ക്ലോസ് ചെയ്യുന്നതും. അങ്ങനെ എന്റെ ആ 35,000 സെയിൽസ് കാണിച്ച് ഞാൻ എന്റെ മറ്റൊരു ബന്ധുവിന്റെ അടുത്ത് 25,000 രൂപയുടെ സെയിൽസ് എടുത്ത് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എന്റെ ആദ്യത്തെ ആഴ്ച വരുമാനം എന്ന് പറയുന്നത് 4,154 രൂപയായിരുന്നു എന്റെ ആദ്യത്തെ ആഴ്ച വരുമാനം. അപ്പൊ എനിക്കുള്ള കോൺഫിഡൻസ് കൂടി. അങ്ങനെ പതിയെ വരുമാനം 4,000 എന്നുള്ള പിന്നെ കുറേയും കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നോക്കുന്ന സമയത്ത് ആഴ്ച വരുമാനം വലിയ വരുമാനം ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു വീക്കിലി ഒരു 39,000 രൂപയൊക്കെ ആഴ്ച വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അതിനും കൂടി വരുമാനം വാങ്ങിയ ആൾക്കാർ ഈ റാങ്കിലുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ടീമിന്റെ ഒരു ചെറിയ ടീം ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള വരുമാനത്തിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ പിന്നെ പെർഫോമൻസ് ബോണസ് നിരന്തരം RTC റാങ്കിൽ നിരന്തരം പെർഫോമൻസ് ബോണസ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ പിന്നെ ഇപ്പൊ നമ്മളെ കമ്പനി ഓൾ കേരള വെച്ച സമയത്ത് 3ാമത്തെ റാങ്കിലായിരുന്നു. എന്റെ റാങ്കിൽ ഞാൻ 3ാമത്തെ റാങ്കില് പിന്നെ നമ്മുടെ MD പങ്കെടുത്ത പ്രോഗ്രാമിലൊക്കെ കയറാൻ പറ്റിയിട്ട്, അല്ലെ പെർഫോമൻസ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 5 പെർഫോമൻസ് ബോണസിൽ അന്ന് അവിടെ കയറിയിട്ടുണ്ടത്. അപ്പൊ ആ രീതിയിൽ നല്ല ഒരു കയറി പോകാൻ പറ്റിയിട്ടുണ്ട്. അതൊന്നും എന്റെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടല്ല. ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ കുറെ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരും ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കും. നമുക്ക് എല്ലാവരും ഏകദേശം ഇപ്പൊ 4,500ഓളം ആളുകൾ, അല്ല 5,400ഓളം വ്യക്തികൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഇപ്പൊ എന്റെ ടീമിലുണ്ട്. പക്ഷെ ഇവരൊന്നും ഞാൻ നേരിട്ട് കൊണ്ടുവന്ന വ്യക്തികളല്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാര് ഒരു 2-3 അല്ലെ ഏറിപ്പോയാൽ ഒരു 10 പേരെ ഇപ്പൊ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു. ബാക്കിയൊക്കെ കെയർ ഓഫ് വന്ന ആളുകളാണ്. ഇവിടെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പുന്നശ്ശേരി അല്ലെ കാക്കൂർ പഞ്ചായത്തിൽ കുട്ടമ്പൂർ എന്ന് പറഞ്ഞ ദേശത്താണെങ്കിൽ എന്റെ ബിസിനസ് ഇന്ന് ഓൾ ഓവർ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും എനിക്ക് ബിസിനസ് ഉണ്ട്. തമിഴ്നാട്ടില് ഏകദേശം ഒരു 8ഓളം ജില്ലകളിലായിട്ട് ബിസിനസ് ഉണ്ട്. ഗുജറാത്തിൽ ബിസിനസ് ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പല സ്ഥലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബിസിനസ് ഉണ്ട്. ഇവരൊക്കെ വന്നത് ഞാൻ അവിടെ പോയിട്ടല്ല, അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോയിട്ടല്ല. അതാണ് ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ. നമ്മൾ അറിയാതെ
നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിൽ നിലനിൽക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ശരിക്കും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾ സംഭവമാണ്. വളരെ ലളിതമായ കാര്യങ്ങളെ പല മനുഷ്യന്മാരും പല വ്യക്തികളും എന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിച്ച് കളയും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങള് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ തുടക്കക്കാർക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ? പക്ഷെ അച്ചീവ്മെന്റ്സ് തന്നെ ഭയങ്കര അച്ചീവ്മെന്റ് ഉള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കമ്പനിയിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ ലീഡേഴ്സ് ഇപ്പൊ അയ്യൂബ് സാറ്, പിന്നെ അതുപോലെ ഉമർ ഉസ്താദ് ഒക്കെ നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞു വരിക. NTC എബോ മീറ്റിംഗ്. ഞാനും അതിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു വോളിയത്തിന് കുറവുകൊണ്ട് NTC മീറ്റിംഗിലേക്ക് പോകാൻ പറ്റിയില്ല. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടാവും. എത്ര ആൾക്കാരാണ്? കണ്ടമാനം ആളുകളാണ് NTC എബോ ഉള്ളത്. 100-ലധികം ITCകളുണ്ട്. 100-ലധികം ആ മീറ്റിംഗിൽ 100-ലധികം ITC ലീഡേഴ്സ്. ITC ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ 1.25 കോടി മുതൽ 1 കോടി മുതൽ 2 കോടി വരെ വരുമാനം, 1.20 മുതൽ 2 കോടിന്റെ മേലെ വരുമാനം വാങ്ങിച്ച ആളുകളാണ്. അത് 100-ലധികം ആൾക്കാരുണ്ട് ഒരു നാഷണൽ കൺവെൻഷൻ വെച്ച് നോക്കുന്ന സമയത്ത്. WTCകള് അങ്ങനെയുള്ള അതിനേക്കാൾ മേലുള്ള ആളുകള്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ITC ആയിട്ടുള്ള പിന്നെ സുബീഷ് സാറോട് വന്ന്, സുബീഷ് സാറ് ഫേസ്ബുക്കില് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോ പിന്നെ എനിക്ക് മനസ്സിലായ എന്താ വെച്ചാല് ഫ്രണ്ട് സ്റ്റേജിന്റെ എത്രയോ പിന്നിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നിൽ നിന്നിട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ നൂറുകണക്കിന് ആൾക്കാർ ITC ഉണ്ട്. അതിന് പേര് WTC ഉണ്ട്, ഡയമണ്ട്സ്, ക്രൗൺ ഡയമണ്ട്സ്, പിന്നെ അങ്ങനെയുള്ള റാങ്കിലുള്ള ആളുകളുടെ മുന്നിലേക്ക് സീറ്റ് ഉണ്ടാകും. നമ്മളിതിൽ കമ്പനിയുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റാങ്കുള്ള ആൾക്കാർക്കാണ് മുന്നിൽ ഇരിപ്പിടം കൊടുക്കുന്നത്. അപ്പൊ അത്രയും ആളുകൾ, അത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇവിടെ ആളുകൾ പിടിച്ചു നിൽക്കാത്ത, അല്ലെങ്കിൽ പിന്നെ എന്താ സക്സസ് ആവാത്ത ഒരു കേസ് ഇതിൽ വരുന്നില്ല. 100% സക്സസ് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇതിൽ പരാജയപ്പെടുമോ? ഈ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും പരാജയപ്പെടുമോ? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ? 10,000 രൂപയുടെ ഉൽപ്പന്നം എടുത്ത്, അല്ലെ 50,000 രൂപയുടെ ഉൽപ്പന്നം എടുത്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന ആൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുക? ഒരു നഷ്ടവും. 10,000 രൂപയുടെ സാധനം വാങ്ങിയ 14,000 രൂപേന്റെ ഉൽപ്പന്നം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ആ ഉപയോഗിച്ചിട്ട് അയാളുടെ ആ ഫാമിലിയിൽ പല ആളുകളുടെയും പല പ്രശ്നങ്ങളും പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ അതുകൊണ്ട് നഷ്ടസാധ്യത തീരെയില്ല. പക്ഷെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്ത് വേണം? ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. ജോലി ചെയ്ത് രക്ഷപ്പെട്ട ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? ജോലി ചെയ്ത് രക്ഷപ്പെട്ട ഒരാളെയും കാണിക്കാൻ പറ്റില്ല. ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, ഗവൺമെന്റ് സർവീസിലായിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാനൊരു 18-19 കൊല്ലം സർക്കാർ ജോലി എടുത്ത വ്യക്തിയാ. സർക്കാർ ശമ്പളം വാങ്ങിച്ച വ്യക്തിയാണ്. അപ്പോ എന്റെ ഇതും അതിന് മേലുള്ള റാങ്കിലുള്ള ആൾക്കാരുടെ ഇൻകം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്താ, ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. നമ്മൾ ഇഷ്ടപ്പെട്ട വാഹനം ഓടിക്കാൻ കഴിയില്ല. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് ഇന്നൊരു സൂപ്പർ പ്രീമിയം ക്ലാസ് വാഹനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 19 ലക്ഷത്തിന്റെ മേലെ വിലയുള്ള ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ നെക്സോൺ EV എന്ന് പറയുന്ന അടിപൊളി കാറിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം, എറണാകുളം വരെയും കാസർഗോഡ് വരെയൊക്കെ സിംഗിൾ ഡ്രൈവിൽ പോകുന്നുണ്ട്. ഒരു ക്ഷീണം അറിയില്ല. അത്ര കംഫർട്ടുള്ള വെഹിക്കിളാണ്. അപ്പൊ ആ വെഹിക്കിളിലേക്ക് മാറാൻ പറ്റിയത് ഈ ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് എന്റെ ടീച്ചിങ് പ്രൊഫഷൻ കൊണ്ടല്ല. ആ ടീച്ചിങ് പ്രൊഫഷനിൽ ഒരാളും അങ്ങനെ സഞ്ചരിക്കുന്നില്ല. കാറുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. അധ്യാപകര് സ്വന്തമായി കാറ് വാങ്ങിച്ച് പോർച്ചിലിട്ട ആൾക്കാരുണ്ടാവും.
സ്വന്തമായി കാർ ഉപയോഗിക്കുന്ന എത്ര അധ്യാപകരുണ്ട് നിങ്ങൾ ചിന്തിച്ചു? നിങ്ങളെ ചുറ്റുവട്ടത്തില് സ്വന്തമായിട്ട് കാർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ഏത് മൂവ്മെന്റിനും ഏത് മൊബിലിറ്റിക്കും അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനും കാർ എടുക്കുന്ന ആളായിരിക്കണം. അതാണ് കാർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല്. അല്ലാണ്ട് കാറ് വാങ്ങിയിട്ട് പിന്നെ പോർച്ചിൽ വെച്ച് പിന്നെ കല്യാണം ഉള്ളപ്പോ 4 ആളും കൂടി കല്യാണത്തിന് പോകണമെങ്കിൽ മാത്രം കാർ എടുക്കുന്നതിനല്ല കാറുള്ള ആളെന്ന് പറയുന്നത്. കാർ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ എങ്ങോട്ട് പോകാനാണെങ്കിലും കാറിൽ തന്നെ പോകാൻ പറ്റണം. വെയിലും മഴയും പൊടിയും ഒന്നും കൊള്ളാതെ പോകാൻ പറ്റണം. അങ്ങനെയാണ്. അങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ ഇന്നിപ്പോ ഏകദേശം ഒരു പിന്നെന്താ പറയാ, ഞാൻ ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്ത മുതൽ തന്നെ അറിയാം, ഏകദേശം ഒരു 10 കൊല്ലമായി ഞാൻ കാറ് നിരന്തരമായിട്ട് കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്റെ 3ാമത്തെ കാറാ. അപ്പൊ ഞാനിത് എന്റെ ഒരു ഈ ഇൻഡസ്ട്രിയുടെ നേട്ടാ പറയുന്നത്. ഇവിടെ ഈ ഇൻഡസ്ട്രിയോട് പിന്നെന്താ കൈകോർത്ത് നിന്നാൽ, അല്ല ഇൻഡസ്ട്രി ആളുകളെ ചേർത്ത് പിടിച്ച് നിന്നാൽ ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ മറ്റൊരു ഗുണം എന്താ? ടെൻഷൻ ഉണ്ടാവില്ല. ഒരു ടെൻഷനും ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് നമ്മളുടെ സമയത്ത് വർക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾ അപ്ലൈൻ പറയുന്നു, നിങ്ങൾ ഇത്ര പണിക്ക് നിങ്ങൾ ഫീൽഡിൽ ഉണ്ടാവണം, നിങ്ങൾ അപ്ലൈൻ ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഒരു ലീഡറും പറഞ്ഞില്ലല്ലോ. പക്ഷെ തുടക്കക്കാർ രാവിലെ മുതൽ അതായത് ഇതിന്റെ സെയിൽസ് കിട്ടുന്ന സമയത്ത് ഫീൽഡിൽ ഉണ്ടാവണം. അത് ശരി. ഞാൻ എന്റെ തുടക്കം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാനൊരു 6 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. 6 മണിക്ക് എഴുന്നേറ്റ് ഒരു 6:45 ആകുമ്പോഴത്തേക്ക് ഞാൻ പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഒരു 8:45 വരെ ഞാൻ ഫീൽഡിൽ ഉണ്ടാവും. 8:45, 8:50 ആകുമ്പോൾ തിരിച്ചു വീട്ടിലെത്തും. പല ദിവസവും കുറച്ചും കൂടി ലേറ്റ് ആയി പോകും. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ വീട്ടിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ എന്റെ ബാഗില് വണ്ടി വെച്ച് കൊണ്ടുപോവുക ചെയ്യാം. എന്നിട്ട് സ്കൂൾ എത്തിയിട്ടാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 4-4:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, സ്കൂളിൽ നിന്ന് ഇറങ്ങി ഒരു 5 മണി 5-5:15 ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി. വൈഫും വർക്ക് ചെയ്യുന്ന വൈഫും ഞങ്ങൾ ഒന്നിച്ചു പോകുന്നതിനെ കൊണ്ട് അവരെയും കൂടി അവരെ വീട്ടിൽ ഇറക്കിയിട്ട് അതിനുശേഷം വീണ്ടും ഞാൻ ഫീൽഡിലേക്കാണ്. ഏതെങ്കിലും സുഹൃത്തിനെയോ ബന്ധുവിനെയോ കാണാൻ വേണ്ടിയിട്ടാണ് പോവാ. അങ്ങനെ കാണാൻ പോയിട്ട് നമ്മള് ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം അധികം സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ, വീട്ടിലെത്താറുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 വർഷം സ്ഥിരമായി വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ സക്സസ് ആക്കി തരുമെന്ന് ഞാൻ അവരോട് കണ്ണിൽ നോക്കി പറയും. ഇതവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് സെയിൽസ് പാസ് ദ കോൺഫിഡൻസ് എന്നാണ്. കോൺഫിഡൻസ് പാസ് ചെയ്യലാണ് സെയിൽസ്. ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളെ ആത്മവിശ്വാസം അവരുമായിട്ട് പങ്കിടല്ലേ മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. കുറെ ആൾക്കാർ നമ്മളെ നിരസിക്കൂട്ടോ. കുറെ ആളുകൾ നമ്മൾ പറയുന്നതിന് വില കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ അതിന് കുറെ കാരണങ്ങളുണ്ട്. സൈക്കോളജിയാണ്. കുറച്ച് സൈക്കോളജിയും പഠിക്കണം കേട്ടോ. ഇതൊക്കെ അങ്ങനെ വരും കേട്ടോ. സൈക്കോളജിക്ക് നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കും. നിങ്ങളെ വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ, 4ാം ക്ലാസ് ആയിക്കോട്ടെ, 5ാം ക്ലാസ് ആയിക്കോട്ടെ, പിന്നെ ഏത് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾ സൈക്കോളജിയും പഠിക്കും. ഫീൽഡിൽ ഉണ്ടായാൽ മതി. പലർക്കും പല സൈക്കോളജി. നമ്മൾ ഏറ്റവും അടുത്ത പല ബന്ധുക്കളും, ഇപ്പൊ എന്റെ ടീമിൽ തന്നെ എന്റെ അടുത്ത ബന്ധുക്കൾ ആരും ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. വളരെ കുറഞ്ഞ ആൾക്കാർ. അതുപോലെ എന്റെ അളിയൻ എന്റെ കൂടെ ഉണ്ട്, കട്ടക്കുണ്ട്. അപ്പൊ അയാളെ കൊണ്ടുവരാൻ ഞാൻ കഷ്ടപ്പെട്ടത് ഏകദേശം 1.5 കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൂടെ വന്നത്. ഇന്ന് അയാള് എന്റെ പ്രധാനപ്പെട്ട STC ലീഡറാണ്. അപ്പോ അങ്ങനെ പല ആൾക്കാരും വരാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവര് നമ്മൾക്ക് നൽകിയ വില, അവർക്ക് നമ്മളെ പറ്റി ധാരണ ഉണ്ട്. ഇത്രയൊക്കെ ഇവർ ചെയ്യാൻ പറ്റുള്ളൂ, ഇവനൊക്കെ വെറുതെ പറയുന്നതാണ്, ഇതൊക്കെ എന്തോ പറയുന്നതാണ് എന്ന് പറയുന്നത് നമുക്ക് വില അവർ നൽകാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് വില നൽകാത്ത ആൾക്കാരോട് പിന്നെയും നമ്മൾ പോയിട്ട് അവരെടുത്ത് പോയി സമയം കളയേണ്ട ആവശ്യമില്ല. 2, ഓൾറെഡി നമ്മളെ പ്ലാൻ പറയുന്ന ആൾക്കാർ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള ആളാണെങ്കിൽ, അയാളുടെ മനസ്സിലുണ്ടാവുക എങ്ങനെയാണെന്നറിയോ, ഞാനെങ്ങാനും ഇവന്റെ കൂടെ പോയാൽ ഇവൻ കരുതല്ലോ ഞാൻ അത്ര സെറ്റപ്പ് അല്ല,
എനിക്ക് ഇനിയും പൈസ വേണം. അപ്പൊ ഞാൻ അത്ര പിന്നെ എന്താണ് സാമ്പത്തികമായിട്ട് ഭദ്രതയിലല്ല എന്ന് ഇവൻ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് വരാത്തത്. സാമ്പത്തികമായിട്ട് എനിക്കിനിയും കിട്ടണല്ലോ എന്ന് ഒരു ഈഗോ ആണ് അത്. ഒരു ഈഗോ ആണ്, മനസ്സിലുള്ള ഒരു ഈഗോ. ആ ഈഗോ കൊണ്ട് വരാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് മാറുക എന്നുള്ളതാണ്. നമ്മൾ മാറുന്നത് നമ്മൾ നിരന്തര ട്രെയിനിങ്ങുകളും GTS പ്രോഗ്രാമുകളും ഒക്കെ പങ്കെടുത്ത് ഓട്ടോമാറ്റിക് നമ്മളിൽ ഒരു പവറും പലരോടും പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കും. അതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കേട്ടോ. അല്ലാണ്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു പ്രോഗ്രാമിൽ പോയിട്ട് എല്ലാ കാര്യവും വൈഹാർട്ട് പഠിച്ച് വന്നിട്ട് ഇവിടെ ഇതല്ല. ഇത് ക്രമേണ സംഭവിക്കുന്നതാണ്. ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ടീച്ചിങ് പ്രൊഫഷണലിലുള്ള ഒരാളായിരുന്നു പറയാ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു 1-ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന, ഇപ്പൊ 1-ാം ക്ലാസ് അല്ല, LKG മുതൽ അങ്ങ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുക്കുന്നത് വരെയുള്ളത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യത്തില് അവിടെ പഠിക്കുന്ന സിലബസുകൾ അല്ലെ മൊഡ്യൂളുകൾ പഠിക്കലല്ല ശരിക്കും. ആ ഒരു പ്രോസസ്സിലേക്ക് ആ ഒരു പ്രോസസ്സ്, ആ ഒരു പഠനത്തിന്റെ സിലബസുകളിലൂടെ കടന്നു പോകുമ്പോ ഇയാളിൽ ഒരു സംസ്കാരം ഉണ്ടായി വരും. ആ ഒരു സംസ്കാരം ഉണ്ടായി വരുന്നതിനാണ്, അതാണ് വിദ്യാഭ്യാസം. അതായത് ജനങ്ങളിലുള്ള ആളുകളിലുള്ള ആ വ്യക്തികളിലുള്ള നന്മകളും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നല്ല സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ആളുകളോട് എങ്ങനെ പെരുമാറണം, ആ പറഞ്ഞ പിന്നെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരികയാണ് ചെയ്യുക. അയാൾ ഒരു വ്യക്തിത്വമായി മാറുക. അങ്ങനെയുള്ള വ്യക്തിത്വം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്കും അല്ലേ, സ്കൂളിൽ പോകാത്ത ആൾക്കാർ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരില്ലേ, അത് എങ്ങനെ സംഭവിക്കുന്നു? അയാൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ശരിക്കും ഒരു ചൊല്ലുണ്ട്, പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ കാൽഭാഗം നമ്മൾ അറിവുണ്ടാക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളിൽ നിന്നാണ്, കാൽഭാഗം അധ്യാപകരിൽ നിന്നാണ്, കാൽഭാഗം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ബാക്കി കാൽഭാഗം തന്നെ ക്രമേണ എന്ത് വരികയാണ്, അങ്ങനെ നമ്മുടെ ലൈഫിലൂടെ ക്രമേണ ഉണ്ടായി വരുന്നതാണ് പറയുന്നത്. അപ്പോ എന്തുണ്ടാവണം? ഈ പ്രോസസ്സിലൊക്കെ നമ്മൾ ഉണ്ടാവണം. ഇത് ക്രമേണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രോത്തിലേക്ക് വരിക. അപ്പൊ ഇവിടെ നമ്മള് വിജയിക്കാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. ഇവിടെ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ടെക്നോളജി പഠിച്ചിട്ടാണോ ഇവിടെ സക്സസ് ആവേണ്ടത്? കയ്യിലുള്ള ടെക്നോളജി ഒന്ന് ഉപയോഗിക്കാൻ പഠിക്കണം. അത് നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും ഉണ്ടാവും. ആ ടെക്നോളജിയാണ്. ഈ ഫോൺ എന്ന് പറയുന്നത് ഇന്ന് വിളിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണോ? പണ്ട് ഫോൺ തന്നെയെങ്കിൽ നമ്മൾ കടലിൽ വെച്ച് എവിടെയെങ്കിലും ദൂരമുള്ള ആള് അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾക്ക് വിളിച്ച് ആശയവിനിമയം നടത്താനുള്ള സാധനം മാത്രമായിരുന്നു ടെലിഫോൺ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ മൊബൈലിലേക്ക് വന്ന സമയത്ത് ഈ ഫോണിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. പൈസ പോക്കുന്ന സാധനം ഇതിലുണ്ട്, അത് ചിന്തിച്ചാൽ പൈസ പോകുന്ന ഐഡിയ ഇതിനകത്തുണ്ട്. അപ്പം പണം ഉണ്ടാക്കാനുള്ള ഒരു ടൂളാണിത്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, പൈസ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, ഫോട്ടോസ് അങ്ങോട്ടും അയക്കാം, വീഡിയോസ് അങ്ങോട്ടും അയക്കാം, കൈമാറ്റം ചെയ്യാം. പിന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സ്, ആധാരം അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് ഇതിനകത്ത് വെക്കാം. ലൈസൻസ് നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ലൈസൻസ് കൊണ്ട് നമ്മൾ പോകണോ? ഈ ഫോണില് അത് സേവ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാ സംഭവവും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ടൂളാണ് ഈ ഫോൺ, ഇപ്പോഴത്തെ നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ആർക്കും അറിഞ്ഞുകൂടത് ഇതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇതിൽ എന്തൊക്കെ ഈ സാധനം കൊണ്ട് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും, ഇതിനെ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അറിയുന്ന ആളുകൾ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഐഫോണിലാണ്. ഈ ഐഫോണിലേക്ക് ഞാൻ മാറിയത് ഈ ഇൻഡസ്ട്രി ഉള്ളതിനെ കൊണ്ടാണ്. ഐഫോണിലേക്ക് അറിയാം 1,30,000 രൂപയുടെ പിന്നെ ആപ്പിൾ എന്താണ് 16 Pro എന്ന് പറഞ്ഞ അന്ന് ഞാനത് വാങ്ങിക്കുമ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിരുന്നു അത്. അപ്പോ ആ ഇതിലേക്കൊക്കെ ഞാൻ മാറിയത് ഈ ഇൻഡസ്ട്രിയുടെ പവർ കൊണ്ടാണ്, ഈ ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടാണ്, ഫിനാൻഷ്യൽ സാധ്യതകൾ കൊണ്ടാണ്. അപ്പോ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്,
ഐഫോൺ. നിങ്ങളൊരു ലീഡർ, നിങ്ങളൊരു പ്രധാനപ്പെട്ട ലീഡർ, NTC ലീഡർ, പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ടൂളാണ് ഈ ഫോൺ. അദ്ദേഹം പ്രോഗ്രാമിൽ ഒക്കെ എല്ലാത്തിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ല ടീമിനെ ഡെവലപ്പ് ആക്കിയത്. അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പറഞ്ഞ കാരണമുണ്ടല്ലോ. പല ആളുകൾക്കും പിന്നെ എന്ത് വെച്ചിട്ട് ഒരു തുറന്ന കത്ത് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് ആൾ വന്നതെന്നുള്ളത്. അപ്പൊ ഇത് നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം മാത്രം. 10 അക്ക നമ്പർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ടറി അടിച്ച വ്യക്തികളാണ്. ഈ 10 അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിച്ച ലോട്ടറിയാണ്. നമ്മൾ ഇതിനെ എൻകാഷ് ചെയ്യാന്നുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. ഇനി പോയിട്ട് 50 റുപ്യന്റെ കാരുണ്യ ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് ചിലപ്പോൾ ലോട്ടറി ഞാൻ ഓൾറെഡി എടുത്തു എന്ന് പറയും. എടുത്തു എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. ഞാൻ എടുത്തു എന്ന് പറയുന്നത് എന്താ പറയാ, എന്റെ ഉള്ളിൽ തട്ടി പറയുന്നത് എന്റെ കയ്യിൽ ഈ ലോട്ടറി ഉണ്ട് 48 45 391 393 ആ നമ്പർ, അതിന്റെ ലോട്ടറിയാ, അതാണ് എന്റെ ID നമ്പർ. ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അത് എൻകാഷ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. എത്ര കാഷ് ചെയ്യാം? എത്രയും വാങ്ങാം, എത്രയും ഇൻകം വാങ്ങാം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഈ ബിസിനസിനെ പറ്റി പറയാൻ ഏതൊരു ഏരിയ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണോ എന്നാണ് പിന്നെ നമ്മൾ വിളിച്ചോ പറഞ്ഞത്. പിന്നെ ഏതായാലും നമുക്ക് എല്ലാവർക്കും പിന്നെ തുടക്കക്കാർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ. എന്തൊക്കെ ചെയ്യണം എന്നുകൂടി പറഞ്ഞ്, കമ്പനിയുടെ വലിപ്പവും കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ എത്തുന്നു, അതിന്റെ വീഡിയോ ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വേൾഡില്, ലോകത്തിൽ ഇതിന് പകരം വെക്കാൻ ഒരു കമ്പനി ഇല്ല, ഇനി കമ്പനി വരാനുമില്ല. കാരണം 24 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. ഞാൻ ഈ കമ്പനിയുടെ പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. 2009 മുതൽ 2011 വരെ ഇതിന്റെ പാരന്റ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ ബാൻ ചെയ്ത സമയത്താണ് ഞാൻ ഈ ബിസിനസ് നിർത്തിയത്. ഇവിടെ ബാൻ ചെയ്ത സമയത്ത് ഞാൻ പിന്നെ എവിടെ പോയിട്ടുണ്ട്, പിന്നെ കോയമ്പത്തൂർ പോയിട്ട് പുതിയ ID അടിച്ചിട്ട് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പിന്നെ പോലീസിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ലീഡേഴ്സിനെതിരെ ഉണ്ടായ സമയത്ത് എന്റെ അടുത്ത് ആരും വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, നമ്മളെ ധനീഷ് സാറൊക്കെ ക്രൈം ബ്രാഞ്ചിൽ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പൈസ പിടിക്കാൻ വേണ്ടി പോലീസ് അന്ന് കുറെ കളികൾ കളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലീഡേഴ്സ് ഒക്കെ മെല്ലെ നിർത്തിയ സമയത്ത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം നല്ലൊരു ജോലിയുണ്ട്, പിന്നെ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ നിർത്തി വെച്ചാണ്. പക്ഷെ അതിന്റെ പുറത്ത്, കേരളത്തിന്റെ പുറത്ത് ബിസിനസ് ഉഷാറായിട്ട് ഓടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല. അതായത് ഈ ബിസിനസ്സിൽ അന്ന് സീരിയസ് ആയി ചെയ്ത പല ആൾക്കാരും പിന്നെ എന്താ പറയാ, അന്നത്തെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ PV അശോകൻ സാറ്, അത് ഇപ്പൊ അല്ല, അദ്ദേഹം, പിന്നെ സജി പാറക്കല്, ഇവർക്കൊക്കെ അന്നത്തെ സീലിംഗ് എമൗണ്ട് 1,30,000 ആയിരുന്നു. അവർക്ക് ഈ അന്ന് തുടങ്ങിയിട്ട് മുതൽ ഇന്ന് ആകുമ്പോഴത്തേക്ക് അവർക്ക് വന്ന വ്യത്യാസം, അവരുടെ സീലിംഗ് എമൗണ്ടിൽ വ്യത്യാസം വന്നേ ഉള്ളൂ. അവർക്ക് ഒരു പൈസേന്റെ കുറവ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സീലിംഗ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ സജി പാറക്കൽ പറഞ്ഞ നമ്മളെ ലീഡർ, ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിൽ പോയ സമയത്ത് അദ്ദേഹത്തെ കണ്ടുവച്ച അദ്ദേഹം പറഞ്ഞതാണ്, നമുക്ക് ശനിയാഴ്ച തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണി വരെയല്ലേ നമ്മളെ സീലിംഗ് ടൈം, അല്ലെ നമ്മളുടെ പിന്നെ സെയിൽസ് ക്ലോസിംഗ് ടൈം. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച 12 കഴിഞ്ഞാൽ ശനിയാഴ്ച 10 മണിക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും 3 പിക്കപ്പ് സെന്ററുകൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു 10-15 ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ 3 ID സീലിംഗ് ആവും. അത്രയും നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ആ രീതിയിൽ നമ്മളിപ്പോ വെള്ളിയാഴ്ച മാക്സിമം സെയിൽസ് കയറ്റാനാണ് നോക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒന്നും ചെയ്യാതെ സംഭവിക്കുന്നത് അത്രയും ആളുകളുടെ നെറ്റ്വർക്ക് ഉണ്ടായി വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് നിങ്ങളൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മുബീൻ സാർ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ജയ്പൂർ ആ പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വന്നിക്കൊന്നും അറിയില്ല, NTC മീറ്റിംഗിലും ചിലപ്പോ ഉണ്ടാവും. അമേരിക്കയിലായിരുന്നു 18 മാസമായിട്ട്. 18 മാസം അമേരിക്കയിൽ പോയി നിന്നപ്പോ സംഭവിച്ചത് എന്താണ്? അന്ന് പ്രവീൺ സാർ നേരിട്ട് പറഞ്ഞ ഞാൻ കേട്ടാണ് നമ്മളെ പ്രോഗ്രാമില്. ഇവിടുന്ന് 18 മാസമായിട്ട് ഇവിടുന്ന് വിട്ടു നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഇൻകം 10
10 മടങ്ങ് വർദ്ധിച്ചാണ്. ഒരു 1.25 കോടിയുടെ പിന്നെ ഇൻകമാണ്, മന്ത്ലി ഇൻകമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ MI ലൈഫ് സ്റ്റൈലില് 8 വർഷം 9 വർഷം പണിയെടുക്കുമ്പോഴത്തേക്ക് അയാളുടെ മാസ വരുമാനം 1.25 കോടിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ മേധയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മുബീൻ മുഹമ്മദിനെ പോലെ തന്നെ കയ്യും കാലും കണ്ണും കാതും മൂക്കും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ നമ്മൾ 100 ആളും 101 ആൾക്കാർ ഇപ്പോ ആളുണ്ടെങ്കിൽ അല്ലേ? അദ്ദേഹത്തിന് സാധിക്കുക, നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? സാധിക്കും. ആ വിശ്വാസത്തിലാണുള്ളത് 100%. ഒരു വ്യക്തി ഒരു കാര്യം ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം അയാളോട് ചോദിച്ചാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ കാര്യം ചെയ്താൽ നമുക്കും ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഇവിടെ നമുക്ക് വയനാട്ടിൽ പോകണമെങ്കിൽ ഞാൻ നേരെ പോകുന്ന പറഞ്ഞാൽ വയനാട്ടിലെത്തുവോ? ഏതെങ്കിലും കൊല്ലിയിൽ വീണ് മരിക്കും. അതേ സമയത്ത് വയനാട്ടിലേക്ക് വ്യക്തമായ നല്ല റബ്ബറൈസ്ഡ് ടാർ ചെയ്തിട്ടുള്ള റോഡാണുണ്ട്. ആ റോഡ് കൂടി പോയാൽ നമുക്ക് 3/4 മണിക്കൂർ ഓടിച്ചാൽ വയനാട് കയറാം, അല്ലെങ്കിൽ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വയനാട്ടിലെത്താൻ പറ്റും. അപ്പോ ഇവിടെ നമ്മളെ ലീഡേഴ്സ് പോയ വഴിയുണ്ട്, ലീഡേഴ്സ് പറഞ്ഞ വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമല്ല. മുബീൻ മുഹമ്മദിന്റെ അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന കൊറോണ ടൈം 3-4 വർഷം മുമ്പാണ് ഒരു DTC മീറ്റിംഗ് വുഡീസ് എന്ന ഹോട്ടലിൽ വെച്ച് കോഴിക്കോട് നടത്തിയിട്ടുണ്ടായിരുന്നു. മുബീൻ സാർ എന്നെ നേരിട്ട് വിളിച്ചാണ്. ഏതൊരു പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നാണ്. അന്ന് അദ്ദേഹം സ്ലൈഡ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇൻകം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻകം കാണിച്ച സമയത്ത് 1,07,00,000 സംതിങ് ആയിരുന്നു അയാളുടെ ആ മാസത്തെ ഇൻകം, ആ ഒരു ലാസ്റ്റ് മാസത്തെ ഇൻകം. ആ സമയത്ത് ഞാനും ധനീഷ് സാറും എടുത്തെടുത്തുണ്ട്. ധനീഷ് സാർ ഫോൺ എടുക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന. ഞാൻ ധനീഷ് സാറിന് കണക്ക് കൂട്ടി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ വരുമാനത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ. ആ മുബീൻ സാറിന്റെ ഇൻകം ആ കുട്ടി 1,77,00,000 28 ദിവസത്തെ ഇൻകം ആണല്ലോ അത്. ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് 30-31 ദിവസം അല്ലല്ലോ നമ്മളെ മാസം എന്ന് പറയുന്നത്. നമുക്ക് 28 ദിവസമാണ്. 7 ദിവസം ആണല്ലോ നമ്മുടെ ആഴ്ച. ആ 28 ദിവസത്തെ ഇൻകത്തെ 28 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ഒരു ദിവസത്തെ വരുമാനം കിട്ടും അല്ലെ? ആ ഒരു ദിവസത്തെ വരുമാനത്തിനെ ഒരു മണിക്കൂറിലെ വരുമാനം കിട്ടണമെങ്കിൽ ഒരാള് പണിയെടുക്കുന്നത് 8 മണിക്കൂറല്ലേ? 8 മണിക്കൂറല്ലേ സ്വാഭാവികമായിട്ട് പണിയെടുക്കണ്ടേ? മുബീൻ സാറിന് ഒരു പണി അന്നേരം ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാകില്ല. ആ 8 മണിക്കൂർ 8 കൊണ്ട് ഹരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം എത്രയാണെന്നറിയോ? 45,700 സംതിങ് ആയിരുന്നു. അതായത് ഒരു മണിക്കൂർ നേരത്തെ വരുമാനം 45,700 സംതിങ്. ചിന്തിക്കുക ഇൻഡസ്ട്രിയുടെ എന്ന് പറഞ്ഞാൽ മുബീൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കൂട്ടി ഒരു സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എത്ര വരുമാനം വന്നു? 1,00,000ന്റെ മേധ വരുമാനം വരും. അയാൾ ഫീൽഡ് പണിക്ക് പോണ്ടല്ലോ. അയാളും ഭാര്യയും കൂടി ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോ അയാളെ അക്കൗണ്ടിലേക്ക് എത്ര വന്നിട്ടുണ്ടാവും? 1,00,000-ലധികം വരുമാനം, 1.5 ലക്ഷം റുപ്യ അയാളെ അക്കൗണ്ട് കയറിയിട്ടുണ്ടാവും. ഇതാണ് ഇൻഡസ്ട്രി. അതേ ഇൻഡസ്ട്രി, അതേ ഓപ്പർച്യൂണിറ്റി, അതേ കമ്പനി ആണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ വെൽനെസ് പ്രൊമോട്ടർ ആണ്. ചില ആൾക്കാർ ഡോക്ടർമാരാണ് അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സിക്കാൻ നടക്കുന്ന ആൾക്കാരെ കണ്ട്. അതൊന്നല്ല, നമ്മളെ പണി വെൽനെസ് പ്രൊമോട്ടേഴ്സ് ആണ്. പ്ലസ് നമ്മൾ ചെയ്യേണ്ട പണി, ഡയറക്ട് സെല്ലിംഗ് നമ്മൾ ചെയ്യേണ്ട പണി ബ്രാൻഡ് ചേഞ്ചിങ് ആണ്. ബ്രാൻഡ് ചേഞ്ചിങ്, നമ്മളെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബ്രാൻഡുകൾ മാറ്റലാണ് നമ്മളെ പണി. ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും വെച്ചിട്ടാണ് ഹിന്ദുസ്ഥാൻ ലിവർ ബ്രാൻഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പേ, അല്ലെ നമ്മളെ ബന്ധുക്കൾ ആരും തന്നെ ജനിച്ച കാലം മുതൽ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലല്ലോ തയ്ക്കുന്നത്. പല പണ്ട് ലൈഫ് ബോയ് ഉണ്ടായിരുന്നു, ലിറിൽ ഉണ്ടായിരുന്നു, സിന്തോൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല കുറെ ബ്രാൻഡുകൾ ഉണ്ട്. ഇതൊക്കെ ഹിന്ദുസ്ഥാൻ ലിവർ മാർക്കറ്റ് ചെയ്യുന്ന. ഇങ്ങനെ ബ്രാൻഡ് മാറിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ആ ബ്രാൻഡിൽ നിന്ന് നമ്മുടെ ന്യൂസ്റ്റാർ എന്നുള്ള ബ്രാൻഡിലേക്കോ ഓണൻഡോ എന്നുള്ള ബ്രാൻഡിലേക്കോ മാറ്റലാണ് നമ്മളെ പണി. നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെല്ലാം ഏതോ ബ്രാൻഡിന്റെ വാങ്ങും. അതിന് പകരം നമ്മളെ ബ്രാൻഡിന്റെ ആക്കുമ്പോ അയാൾക്ക് എന്തൊക്കെ ഗുണമുണ്ട്? ആ ബ്രാൻഡിന്റെ ഇപ്പൊ എന്താ പറയാ, ഒരു സോപ്പില്ലേ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറഞ്ഞൊരു സോപ്പില്ലേ, അതിന് വേറെന്തായിരുന്നു സാറേ, സിദ്ദീഖ് സാറേ? സന്തൂർ സോപ്പിന്റെ ആ സോപ്പ്, ആ സന്തൂർ സോപ്പ് സാൻഡല്, സന്തൂർ സോപ്പിന്റെ സെയിം സ്മെല്ലും
പിന്നെ സെയിം ഫ്ലേവർ സെയിം സ്മെല്ലല്ലേ നമ്മുടെ സാൻഡലിന്, ന്യൂസ്റ്റാറിന്റെ സാൻഡലിന് സെയിം വെയിറ്റ് അല്ലേ? പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും എന്നല്ലാണ്ടുള്ളത്. അതിന് വില 39, നമ്മളതിന് 39. നമ്മളെ ബന്ധു സന്തൂർ സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ലാഭം വേറെ ഏതോ പൈസക്കാരന്റെ കയ്യിലേക്കാണ് പോകുന്നത്. നമ്മളെ ബന്ധു ആ സന്തൂർ സോപ്പിന് പകരം നമ്മളെ അതേ ഫ്ലേവർ അതേ സ്മെല്ലുള്ള സോപ്പ് നമ്മളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോ നമ്മളെ പോലെ സാധാരണക്കാരന് ആണ് ലാഭം കിട്ടുക. അയാൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ ഉപയോഗിക്കുക, നമുക്കൊരു എക്സ്ട്രാ ലാഭം കിട്ടും. ഇതൊന്ന് പറഞ്ഞ് ബ്രാൻഡ് മാറ്റാൻ എന്താ പണിയുള്ളത്? ഇതേ ഉള്ളു പണി. ഇതേപോലെ എല്ലാ സാധന പ്രോഡക്റ്റും. ഇപ്പൊ നമ്മുടെ ഏറ്റവും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് വോണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. വോണ്ട് ഹീലിംഗ് ക്രീം ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടോ? വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കേണ്ട ഒരു സാധനമാണിത്. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മ ഒന്ന് വീഴാൻ പോയ സമയത്ത് അമ്മയുടെ ഒരു വിരല് എന്റെ അടി മൊത്തം കട്ടായിപ്പോയി. വിരലിന്റെ ആ കണ്ണി മുറിയാന്ന് പറയുന്ന ഭാഗല്ലേ, അത് മൊത്തം കട്ടായിപ്പോയി. വലിയ മുറി, നന്നായിട്ട് ബ്ലീഡിങ്. അപ്പൊ എന്നെ വിളിച്ചു ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ മോളോട് വന്ന് പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് ക്രീം എടുത്തിട്ട് വെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം തന്നെ വന്ന് ഞാൻ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണം നിറച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. നോക്കുമ്പോ സമയത്ത് നല്ല മുറിവാ. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, നമ്മളെ വുഡ് ഹീലിംഗ് വെച്ചു, മൊത്തത്തിലാണ് വെച്ച് കെട്ടിക്കൊടുത്തു. 2 ദിവസത്തിന്റെ ഇടയ്ക്ക് എന്നെ ഒട്ടിപ്പോയല്ലേ അതിലുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പോയി നോക്കി, ഒരു ഇതില്ല, ഒരു പ്രശ്നമില്ല, അത്രയും ക്ലിയർ ആയി. ശരിക്കും ആ മുറിവ് ഉണങ്ങണമെങ്കിൽ പിന്നെ സാധാരണ സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ചക്ക് എടുക്കുന്ന മുറിവാ. പക്ഷെ ഇത് നമ്മൾ ഫെവിക്കോൾ ഇട്ട് പോലെ ഒട്ടി അവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ റേറ്റ്, ഇതിന്റെ വിലയാണ്, വോണ്ട് ഹീലിംഗ് ക്രീമിന്റെ വിലയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മുറിവിന് ഉപയോഗിക്കുന്ന പുരട്ടുന്ന മുപ്പിരോസിൻ എന്ന കണ്ടന്റ് ഉള്ള ഒരു ഓയിന്റ്മെന്റ് ഉണ്ട്, ടീബാക്ട് എന്നാണ് അതിന്റെ ബ്രാൻഡ് നെയിം. അത് 135 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ വില കുറച്ച് 108 110 ആയിട്ടുണ്ട്. ഞാൻ ഫാർമസി മേഖലയിലുണ്ട്. ഇനി 110 കൂട്ടുമ്പോള് 110 ആണെങ്കിൽ അത് 135 ഉണ്ടായുള്ള ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ 110 കൂട്ടുക, 5 ഗ്രാമിനാണത്. ആ 5 ഗ്രാമിന് 110 രൂപയാണെങ്കിൽ നമ്മളെ വോണ്ട് ഹീലിംഗ് ക്രീമിന്റെ വില എത്രയാണ്? വില എത്രയാണ്? 143 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുക, അല്ലെ? 143 രൂപയ്ക്കാണ് കിട്ടുക. പക്ഷെ അളവ് എത്രയാ? 5 ഗ്രാമിന് പകരം അതിന്റെ 5 മടങ്ങ് 25 ഗ്രാമിനാണ് 140 രൂപ. എത്ര വില വ്യത്യാസമുണ്ട്? എത്ര മടങ്ങ് വില അധികം കൊടുത്തിട്ടാണ് അവര് ആ മുപ്പിരോസിൻ അല്ലെങ്കിൽ ടീബാക്ട് ഉപയോഗിക്കുന്നത്? 5 മടങ്ങ് എന്ന് പറയാം, ഏകദേശം 5 മടങ്ങോളം അധികമാണ്. ഇനി അത് സാധാരണ ഓയിന്റ്മെന്റ്. എന്നാൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഷുഗർ പേഷ്യൻസ് കൊടുക്കുന്ന ഒരു ഓയിന്റ്മെന്റ് ഉണ്ട്. ഷുഗർ പേഷ്യൻസ് കൊടുക്കുന്ന ആ ഓയിന്റ്മെന്റ് വില 5 മില്ലിയാണ്. അത് ലിക്വിഡ് പോലെയാണ്. ആ 5 മില്ലിക്ക് 485 രൂപയാണ്. നമ്മളത് ഷുഗർ പേഷ്യൻസിന്റെ മുറിവൊക്കെ എത്രയും പെട്ടെന്ന് മാറുന്ന പ്രോഡക്റ്റ് നമ്മൾ ബോഡിയിലേക്ക് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും വലിയ റിസൾട്ട്, ഡ്രാസ്റ്റിക് റിസൾട്ട് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ്. അതിന്റെ വിലയോ മറ്റത് 485 രൂപ 5 മില്ലിക്കാണെങ്കിൽ ഏകദേശം 2500 ഒരു 60 രൂപ, 2440 രൂപ വരുന്നില്ലേ? 2440ന്റെ സ്ഥാനത്താണ് 143 നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പ്രൊഡക്റ്റ് ഉള്ളത്. ഇപ്പൊ പലരും ചോദിക്കല്ലോ നിങ്ങളെ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാ എന്ന് പറയല്ലേ? അവരോട് പറഞ്ഞു കൊടുക്കണോ? അവരോട് ഈ വില വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാനുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിനെന്ത് വേണം? ലീഡേഴ്സിനോടൊപ്പം നടക്കണം, ലീഡേഴ്സിന്റെ വിളിക്കുന്ന ടീം മീറ്റിങ്ങിൽ പോകണം, ലീഡേഴ്സ് നടത്തുന്ന പ്രോഗ്രാമുകളിൽ പോകണം. അതേപോലെ തന്നെ കമ്പനി നടത്തുന്ന GTS സെന്ററിൽ പോകണം. GTS സെന്ററിലൊക്കെ എത്തുമ്പോൾ നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കേൾക്കാൻ പറ്റും. അവർ ചെയ്ത രീതികൾ കേൾക്കാൻ പറ്റും. ശരിക്കും അതൊരു ട്രെയിനിങ് ആണ്. ശരിക്കും കമ്പനി GTS ഇപ്പൊ കമ്പനി ഫ്രീ ആക്കി തന്നെ. കാരണം എന്താ, കമ്പനി ഏറ്റവും എന്താ പറയാ മനുഷ്യത്വപരമായി പെരുമാറുന്ന അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റാണ് നമ്മളത്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ പ്രളയം വന്ന സമയല്ലേ, ആ പ്രളയം വന്ന സമയത്ത് ഞങ്ങൾക്ക് ഓണത്തിന്റെ സമയമായിരുന്നു. ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓണം എലവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോണസ് ഉണ്ടാവും. അപ്പൊ സാലറി ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കൂടുതൽ സാലറി ഉള്ളവർക്ക്
എന്താ ഉണ്ടാകുക, ഒരു അലവൻസ് ഉണ്ടാവുക. എനിക്ക് 2500 രൂപയാണ് എന്റെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രളയം വന്ന സമയത്ത് കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ഈ അലവൻസ് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് അന്ന് കേരളത്തിൽ ഐഡി അടിച്ച ZTC റാങ്ക് വരെയുള്ള ലീഡേഴ്സിന് 5000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കമ്പനിയാ ചെയ്യങ്ങനെ? ZTC വരെയുള്ള ലീഡേഴ്സിന് 5000 രൂപ. ഞാൻ സർവീസ് ചെയ്ത സർക്കാർ എന്ത് തന്നിട്ടില്ല, സ്ഥിരമായിട്ട് എല്ലാ കൊല്ലം തരുന്ന 2500 തന്നിട്ടില്ല. എനിക്ക് ഇന്നലെ കേരളത്തിൽ ഒരാൾക്കും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ZTC വല്ല ലീഡേഴ്സിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും. അതിന്റെ ഒറ്റ കാര്യമല്ലോ, അതിന്റെ തൊട്ട് മുമ്പുള്ള 12 ആഴ്ചയിൽ 6 ആഴ്ചയെങ്കിലും ഇൻകം വാങ്ങണം എന്നുള്ള ഒറ്റ കണ്ടീഷനല്ലായിരുന്നു. അല്ലാണ്ട് ZTC ആയ എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ വരുമാനമുള്ള ആൾക്കാർ. ഇപ്പൊ ഒരു പുതിയൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ലീഡേഴ്സ് പറയും, ഇപ്പം കഴിഞ്ഞ NTC മീറ്റിംഗിൽ അറിയിച്ചതാണ്, നമ്മളെ ലീഡേഴ്സിന്റെ ഇത് കിട്ടിയ ഒരു വിവരാണ്. ഈ കമ്പനിയിൽ നമ്മൾ ഒരു ZTC അബവ് ആയിട്ട് വർക്ക് ചെയ്ത ZTC റാങ്ക് അബവ്, അതായത് TDF വാങ്ങിക്കുന്ന ലീഡേഴ്സ്, ആ ലീഡേഴ്സ് എന്തെങ്കിലും സംഭവിച്ചാൽ TDF വാങ്ങണം കേട്ടോ. അതായത് TDF വാങ്ങുന്ന പറഞ്ഞാൽ മിനിമം ഇതിൽ പെർഫോം ചെയ്യുന്ന ലീഡേഴ്സ് ആണ്. TDF വാങ്ങിക്കുന്ന ഒരു ലീഡർക്ക് സംഭവിച്ച 1 ലക്ഷ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച അത് വാങ്ങാനുള്ള യോഗം നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അതാണ്, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്ന കമ്പനിയാണ് അത്. പിന്നെ ഇപ്പൊ നളന്ദയിലെ GTS നമ്മള് അല്ലെങ്കിൽ ഏത് സെന്ററിലുള്ള GTS സെന്റർ പോകുകയാണെങ്കിൽ 30 രൂപ എൻട്രി ഫീ വാങ്ങില്ലായിരുന്നോ? അതിന്റെ ഒക്കെ എന്താണ്, ഇതിനൊരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന്. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ചെലവ് തന്നെ വലിയ ചെലവാ. ഭീമമായ വാടക കൊടുക്കുന്ന ഹോളുകളാണ് അത്. അതിന്റെ പകുതി കമ്പനിയും പകുതി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൂടി ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ കമ്പനി പറയുന്ന എന്താ, മാനേജ്മെന്റ് പറയുന്ന, ഇപ്പൊ നമുക്ക് നല്ല സെയിൽസ് ആണ്, നല്ല ലാഭമുണ്ട് കമ്പനിക്ക്, ഇനി നിങ്ങൾ വഹിക്കേണ്ട, ഞങ്ങൾ തന്നെ ആയിക്കോളാം. അവിടെ എൻട്രി ഫ്രീയാ. സുഹൃത്തുക്കളെ, ഈ ടീം ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗമാണ് GTS-ഉം ഹോം മീറ്റിങ്ങും. നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് പ്ലാൻ കൊടുക്കലും GTS സെന്ററിൽ കൊണ്ടുപോയി കേൾപ്പിക്കണം. GTS സെന്റർ എന്ന് ഈ ബിസിനസിന്റെ ഒരു നേർ ചിത്രം അല്ലെങ്കിൽ എന്താ പരിച്ഛേദം കാണിക്കാൻ പറ്റുന്നതാണ്. അവിടെ 30,000 രൂപ വരുമാനം വാങ്ങിയ TC ലീഡർ മുതൽ കോടികൾ വരുമാനം കോടികൾ വരുമാനം വാങ്ങിക്കഴിഞ്ഞ ITC WTC ലീഡേഴ്സിനെ വരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അവരായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോ അതിന് പോലും ഇപ്പൊ എന്താ പൈസ വേണ്ട. നമ്മൾ മുമ്പ് കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 10 ഗസ്റ്റിനെ കൊണ്ടുപോകണമെങ്കിൽ 300 രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോകില്ലായിരുന്നോ? ഇത് മേടിച്ചിട്ടാ പല ആൾക്കാരും ആരെയും കൂട്ടി വരാണ്ടെന്ന് എനിക്കറിയാം. ആരെയും കൂട്ടി വന്നത് ഓന്റെ പൈസയും കൂടി ഞാൻ കൊടുക്കേണ്ടിയിരുന്നല്ലോ വിചാരിച്ചിട്ട് പിന്നെ അത് ആരെയും കൂട്ടി കൊണ്ടുവരുന്നേ. ഇന്നത് വേണോ? 10 ആളെ കാണിക്കാൻ എന്തിന്റെ ആവശ്യമില്ല, ഒരു പൈസയും വേണ്ട. അവിടെ ക്ഷണിച്ചാ മതി. ഇത്രയും മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. സിമ്പിൾ ആയി ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇവിടെ ഈ മീറ്റിങ്ങുകളും ഇത് ഒരു ക്ലാസ് റൂം ഓറിയന്റഡ് ബിസിനസ് ആണ്. ക്ലാസ് റൂം ഓറിയന്റഡ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്. ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ ട്രെയിനിങ്ങും മീറ്റിങ്ങും അത് തന്നെ ഇല്ലാതെ. പിന്നെ ഫീൽഡും ട്രെയിനിങ് പോയി പഠിച്ചു വെച്ചിട്ട് പിന്നെ ഫീൽഡിൽ ഇറങ്ങണം കേട്ടോ. ആ പഠിച്ച കാര്യം ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഫീൽഡിൽ പോയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അടുത്ത ട്രെയിനിങ് കയറുക, ഫീൽഡിൽ ഇറങ്ങുക. മുബീൻ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദ മോസ്റ്റ് എഫക്റ്റീവ് ട്രെയിനിങ് ഈസ് ദ ഫീൽഡ് വർക്ക് എന്നാണ് മുബീൻ സാർ പറയാറ്. ഏറ്റവും എഫക്റ്റീവായ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്കാണ്. നമ്മൾ 100 ആളോട് പറയുന്ന തീരുമാനിച്ചിറങ്ങി നടന്നാല് ഇവിടെ നിങ്ങൾ വലിയ ലീഡറാണ്. ലീഡേഴ്സിനെ ഇവിടെ എന്തെങ്കിലും കിട്ടും. അപ്പൊ നമ്മൾ ലീഡർ ആയാൽ മതി. നിങ്ങളെ കൂടെ ലെഫ്റ്റും റൈറ്റിലും 2 or 3 ആളുണ്ടെങ്കിലും നിങ്ങൾ ലീഡർ, അവരുടെ ലീഡർ നിങ്ങളാണ്. ഒറ്റ കാര്യം കൂടി ചിന്തിക്കുക, നമ്മുടെ വരുമാനത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. എനിക്ക് ഇൻകം ഇല്ലാത്ത എന്റെ ഉത്തരവാദി എന്റെ ലീഡർ അല്ല, അപ്ലൈൻ അല്ല. പല ആൾക്കാരും പറഞ്ഞു അപ്ലൈൻ പോരാത്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അസോസിയേറ്റ് പോരാത്തതിനെ കൊണ്ടാണ് വരുമാനം ഇല്ലാത്തത്. അല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇൻകം ഇല്ലാത്തത്. നമ്മൾ ഒരിക്കലും ആരെ ആശ്രയിക്കേണ്ട. സഹായിക്കാൻ ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരെ സഹായത്തിന് കാത്തു നിൽക്കാതെ ഈ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഉപയോഗിച്ച് പഠിച്ച്
ടീമായിട്ട് അങ്ങോട്ട് പോവുക. പക്ഷെ അവരെ സഹായിക്കാനല്ല, അവരോടൊപ്പം നിൽക്കണം കേട്ടോ. അവരോടൊപ്പം നിൽക്കണം. കാരണം വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ആ ട്രെയിനിങ് മീറ്റിംഗും ലീഡേഴ്സിനും നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. ആ ഒരു കാര്യം എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ ടൈം എനിക്ക് തോന്നുന്നു ഏകദേശം എന്റെ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും 100% ദൈവാനുഗ്രഹങ്ങളും അതുപോലെ തന്നെ സക്സസും ഉണ്ടാവും എന്നും പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.